IPL ചരിത്രത്തിൽ പലതവണ തിരിച്ചുവരവുകൾക്ക് സാക്ഷികളായിട്ടുണ്ട്. എന്നാൽ 2024 RCB ചെയ്ത പോലൊന്ന് ഉണ്ടാകുമോ എന്ന് പോലും ചരിത്രത്താളുകൾ പരിശോധിക്കേണ്ടി വരും. മുംബൈ ഇന്ത്യൻസും സമാനമായ രീതിയിൽ കിരീടങ്ങളടക്കം നേടിയിട്ടുണ്ട്. എന്നാൽ RCB എന്നത് പലരും ഒരു ഘട്ടത്തിൽ പുച്ഛത്തോടെ നോക്കി നിന്നിടത്തുനിന്നും നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയ പ്ലേ ഓഫ് ബർത്ത് ചുമ്മാതങ്ങൾ പോവാനല്ല എന്നാണ് പലരുടെയും വിലയിരുത്തൽ. ആദ്യ മത്സരം ചെന്നൈയുമായി നല്ല അന്തസ്സായി പരാജയപ്പെട്ടു. രണ്ടാം മത്സരത്തിൽ പഞ്ചാബുമായി വിജയം. എന്നാൽ പിന്നീടുള്ള 6 മത്സരങ്ങൾ RCBക്ക് പേടി സ്വപ്നമായിരുന്നു. കൊൽക്കത്ത, ലക്നൗ, രാജസ്ഥാൻ, മുംബൈ, സൺറൈസേഴ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളെ RCB പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് SRHുമായുള്ള മത്സരം 35 റൺസിന് ജയിച്ചു തുടങ്ങിയ ജയിത്രയാത്ര IPL ക്വാളിഫയർ എലിമിനേറ്റർ വരെ എത്തി നിൽക്കുകയാണ്. SRHുമായി 35 റൺസിന്റെ വിജയം. ഗുജറാത്തിനെ തുടർച്ചയായിട്ടുള്ള 2 വട്ടം പരാജയപ്പെടുത്തി. പഞ്ചാബ് കിങ്സിനെയും പൊട്ടിച്ചു. ഡൽഹിക്കും കൊടുത്തു ഒരെണ്ണം. ഇപ്പോൾ ഇതാ ആദ്യ മത്സരം പരാജയപ്പെടുത്തിയ ചെന്നൈക്ക് അതേ നാണയത്തിൽ തന്നെ ഒരു വമ്പൻ തിരിച്ചടി. മത്സരം ജയിക്കുക മാത്രമല്ല, ചെന്നൈയെ പ്ലേ ഓഫിൽ കയറാതെ അനുവദിക്കാനും ബാംഗ്ലൂരിന് സാധിച്ചു. ബാംഗ്ലൂരിൽ ഏറ്റവും നിർണായകമാണെന്ന് എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ്. ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായ വിരാട് കോഹ്ലി 600 മുകളിൽ സീസണിൽ റൺസ് നേടിക്കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ഫാഫും മറ്റ് സംഘവും എല്ലാം ഉണ്ട്. ഇടക്കാലം കൊണ്ട് ഫോം മോശമായ മാക്സ്വെല്ലിനെ ഏറെ വിമർശിച്ചു. എന്നാൽ പകരമെത്തിയ വിൽ ജാക്സ് ടീമിന് പല അവസരങ്ങളിലും രക്ഷകനായി മാറി. ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിൽ 1% RCB പ്ലേ ഓഫിൽ കയറാനുള്ള സാധ്യതയെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ആ സാധ്യത 100 എടുത്തുകൊണ്ടാണ് ആരാധകരുടെ മുന്നിൽ RCB വിലസുന്നതെന്ന് പറയാം. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഹൈപ്പോടുകൂടെ വന്ന് കിരീടം നേടാതെ പോരുന്ന ചരിത്രങ്ങൾ RCBക്കുണ്ട്. എന്നാൽ ശരാശരിയിൽ താഴെയുള്ള ടീമിനെ വെച്ച് ഫാഫും സംഘവും നേടിയെടുക്കുന്ന വിജയങ്ങൾ നിസ്സാരമല്ല. താരതമ്യേന ശരാശരി ബോളിംഗ് നിര മാത്രമാണ് RCBക്കുള്ളത്. സിറാജ് ഒഴിച്ചാൽ മറ്റെല്ലാവരും തന്നെ നാഷണൽ ടീമിൽ വന്നും പോയും നിൽക്കുന്നവർ തന്നെയാണ്. അവരെ വെച്ചാണ് RCB കിരീടമെന്ന മോഹത്തിലേക്ക് നടങ്ങി നീങ്ങുന്നത്. ഫലം എന്തോ ആവട്ടെ, RCBയെ ഇതുവരെ കൈവിടാത്ത ആരാധകരും ഒരു വലിയ പ്രശംസ അറിയിക്കുന്നു. ഈ സമീപകാലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുമ്പോഴും RCBക്ക് അതൊക്കെ നേരിടാനുള്ള മനക്കെട്ട് കിട്ടുന്നത് ആ കടുത്ത ആരാധക പിന്തുണ തന്നെയാണ്. ഇന്ന് സ്റ്റേഡിയത്തിൽ ധോണിക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ആരാധകർ പോലും ശരിക്കും RCBക്കൊപ്പമായ സാഹചര്യമാണ് കണ്ടത്. പല അവസരങ്ങളിലും RCB മത്സരം വിജയിക്കാൻ കാരണമായതും ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും.